നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കാത്തിരിപ്പുകൾക്കും പ്രതിഷേധങ്ങൾക്കുമൊടുവിൽ കൊട്ടാരക്കര പുത്തൂർ റോഡിന്റെ പുനർനിർമ്മാണം ആരംഭിച്ചു. പൊട്ടിപ്പൊളിഞ്ഞു കുണ്ടും കുഴിയുമായി കിടന്നിരുന്ന റോഡ് നന്നാക്കണമെന്ന ആവശ്യം ഉയരാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. റോഡിലെ കുഴികളിൽ വാഴ വെച്ചും റീത്തുവെച്ചും വരെ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം നടത്തി. കുഴികളിൽ വീണ് ഇരുചക്രവാഹന യാത്രക്കാർക്കുൾപ്പെടെ നിരന്തരം അപകടം സംഭവിക്കുന്നത് നാട്ടുകാർക്കിടയിലും പ്രതിഷേധത്തിനിടയാക്കി. ഒടുവിൽ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം റോഡ് നന്നാക്കാനുള്ള നടപടികളിലേക്ക് അധികൃതർ കടന്നിരിക്കുകയാണ്. റോഡ് പണി നടക്കുന്നതിനാൽ കോട്ടാത്തല, പുത്തൂർ എന്നിവിടങ്ങളിലേക്കുള്ള വാഹനങ്ങൾ പള്ളിക്കൽ, പെരുങ്കുളം വഴിയാണ് ഇപ്പോൾ കടത്തിവിടുന്നത്. പുനർനിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇതുവഴിയുള്ള ദുരിതയാത്രയ്ക്ക് ശാപമോക്ഷം കിട്ടുമെന്ന ആശ്വാസത്തിലാണ് നാട്ടുകാർ. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ വികസന ഫണ്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ റോഡ് നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. നിലവിൽ 4 വട്ടം ടെൻഡർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുക്കാൻ ആരുമില്ലായിരുന്നു. പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ ഒരു 2-3 ദിവസം മുമ്പ് ഇട്ട ടെൻഡറിൻ്റെ ഭാഗമായിട്ടാണ് ഈ ടെൻഡർ എടുത്തിട്ടുള്ളത്. ഇൻ്റർലോക്ക് നിർമ്മാണമാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ പകുതിയുള്ള ഇൻ്റർലോക്കും ബാക്കിയുള്ള കുഴിയടക്കലും എല്ലാം നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് പണി വിളിക്കുന്നത്. അപ്പം ആ രീതിയിൽ തന്നെ വർക്കുകൾ മുന്നോട്ട് പോകുന്നുണ്ട്. റോഡ് പണി തുടങ്ങിയതൊക്കെ നല്ല കാര്യമാണ്. എല്ലാവർക്കും ജനത്തിനൊക്കെ പോകുന്നതിനൊക്കെ പോവാം. ഇനിയിപ്പോൾ ആരും വീഴത്തില്ല. രാത്രി ആയാലും വിട്ടടിച്ചൊക്കെ പോവാം എല്ലാവർക്കും. പിന്നെ ഇവിടെ ഒരു 3 മീൻകടയുണ്ടായിരുന്നു. മുനിസിപ്പാലിറ്റി അധികൃതർക്ക് ഒന്ന് അറിയിക്കായിരുന്നു ഇന്ന് രാവിലെ പണി തുടങ്ങുമെന്നുള്ള കാര്യം. അതുകൊണ്ട് ഞങ്ങൾ മീനൊന്നും വിൽക്കാതെ ഇങ്ങനെ വാരി ഇട്ടിരിക്കുക. അത് രാത്രി അവിടെ കൊണ്ട് കളയണം, എങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ വിറ്റ് തീർക്കണം. ഇപ്പോൾ 1-ൻ്റെ പകുതി വിലയ്ക്കാണ് കൊടുക്കുന്നത്. ഒന്നും അറിയത്തില്ല. ഒരാഴ്ച എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഇനിയിപ്പോൾ നാളെ മുതൽ അടച്ചിടാനേ പറ്റും 4-5 ദിവസത്തേക്ക്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ സഹകരിച്ച് പോകണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഇന്നലെ ഒരു വാക്ക് പറയാമായിരുന്നു, നമ്മൾ അറിയിക്കാമായിരുന്നു റോഡ് പണി ഉണ്ടെന്ന്. അതറിഞ്ഞില്ല. സന്തോഷമായി. മറ്റുള്ള കടകൾ പോലെയല്ല മീൻ നമ്മളിന്ന് എടുക്കത്തില്ലായിരുന്നു, നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. റോഡ് പണി നല്ല രീതിയിൽ നടത്തിയാൽ കൊള്ളായിരുന്നു. കാരണം വീണ്ടും ഇത് ഇപ്പോൾ ഒത്തിരിയും പ്രാവശ്യം ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഈ പ്രാവശ്യം ഒരു പാവേജ് ബ്രിക്സ് ഇടുകയാണെന്ന് പറഞ്ഞു. അത് നല്ല ഹൈറ്റായിട്ടിട്ട് വെള്ളം ഒഴുകി പോവുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം ഇതിനെന്തോ ഗ്യാരണ്ടി ഉണ്ടോയെന്ന് അറിയത്തില്ലല്ലോ. നാട്ടുകാർ ഇപ്പോഴത്തെ ഒരു അവസ്ഥയായി സന്തോഷമുണ്ട്. ഇത്രയെങ്കിലും ശരിയാക്കി കിട്ടിയല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇന്ന് രാവിലെയും ബസ് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇങ്ങനെ കയറി ഇപ്പോൾ ഒരു ലെവലൊക്കെയായി ബൈക്കിൽ പോകും. അപ്പോൾ ഈ റോഡ് പണി വന്നുകൊണ്ട് ഞങ്ങളുടെ കച്ചവടമൊക്കെ പോയി കിടക്കും. ആരുമില്ല. അടുത്തുള്ള കച്ചവടക്കാരെങ്കിൽ അടച്ചു വെച്ച് കച്ചവടമില്ലാതെ ഇവരുടെ മീനെടുത്ത കച്ചവടമെന്നറിയാം. അപ്പോൾ ഞങ്ങൾ പട്ടിണിയായി. ഇവരുടെ കൂടെ മീനാണെന്നറിയാമോ? അതെന്ത് പറയാനാ. ഇനിയിപ്പോൾ ഒരാഴ്ച ഞങ്ങളിനി വെറുതെ ഇരിക്കണം. അതേ വെക്കും. ഏതാ നേരത്തെ അറിയിച്ചില്ലായിരുന്നു. ഇന്ന് ഡേറ്റിൽ ഒരു റോഡ് പൊളിക്കാൻ മരുന്ന് ഞാൻ അറിഞ്ഞിട്ട് പറഞ്ഞില്ല. പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളിന്ന് കച്ചവടം ചെയ്യത്തില്ലായിരുന്നു. ഒരാഴ്ച ചെയ്യത്തില്ലായിരുന്നു. നമ്മൾ ഈ വഴിയൊക്കെയുള്ള കച്ചവടക്കാരല്ലേ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ വരുമ്പോൾ കാറിനകത്തൊക്കെ വരുന്ന കച്ചവടക്കാരല്ലേ. ഇവരിപ്പം വളരെ അടച്ചിട്ടിരിക്കുന്നത് നമുക്കൊന്നും ചെയ്യാൻ വയ്യ. ഒരു പണി ശരി തന്നെ ആയിക്കോട്ടെ. ഇതവർ മുമ്പേ പറയണ്ടേ? ഒരു തീരുമാനം അവർ പറഞ്ഞിട്ടില്ല.